പ്രത്യേകിച്ച് ഒരു പരിചരണവും തന്നെ കൊടുക്കാതെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ചെമ്പരത്തി. പണ്ടൊക്കെ നാട്ടിൻപുറത്ത് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പ്ലാന്റായിരുന്നു ചെമ്പരത്തി. പക്ഷേ ഇപ്പോൾ അത് അധികം കാണാനില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ ഓരോ വീടുകളുടെയും വേലികളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് ഈ ചെമ്പരത്തി. അത് ഒരുപാട് കളേഴ്സിലുണ്ടാവും. അപ്പോൾ ആ വേലി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇപ്പോൾ അങ്ങനെ വേലികളില്ല, വേലിയൊക്കെ മാറ്റി എല്ലാവരും മതിലൊക്കെ ആക്കി. അപ്പോൾ ചെമ്പരത്തി സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ചെമ്പരത്തിയൊക്കെ നമ്മൾ നട്ടുവളർത്തുന്നത് ചട്ടിയിലാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചെമ്പരത്തികൾ നമുക്ക് കാണാൻ പറ്റും. ഹൈബ്രിഡ് ചെമ്പരത്തി മുതൽ സാധാ നോർമൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെമ്പരത്തികൾ വരെ നമ്മളിപ്പോൾ ചട്ടിയിൽ നട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. ചെമ്പരത്തിക്ക് ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കണ്ട. നമ്മൾ നട്ടാൽ ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ചെമ്പരത്തി. പിന്നെ പറയാനുള്ളത് മുല്ലയ്ക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വളമൊക്കെ കൊടുക്കണം. മെയിനായിട്ട് മുല്ലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് ഉണ്ടല്ലോ, അത് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് മുല്ലയുടെ കട തൊടാതെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 ദിവസം ഒന്ന് നനച്ച് കൊടുത്താൽ മുല്ലയിൽ നിറച്ച് പൂക്കളുണ്ടാവും. പിന്നെ നമുക്ക് ഉണക്ക ചാണകം ഉണ്ടല്ലോ, ഉണക്ക ചാണകം പൊടിച്ചെടുത്തിട്ട് മുല്ലയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിനെ നന്നായിട്ട് നനയ്ക്കണം കേട്ടോ. നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും ഒരു 3 ദിവസം നന്നായിട്ട് നനച്ച് കൊടുക്കണം. അപ്പോൾ അത് മണ്ണിൽ ലയിച്ച് ചേർന്നതിന് ശേഷം വേണം നമ്മൾ നിർത്താനായിട്ട് കേട്ടോ. എന്നാലേ അത് നന്നായിട്ട് ചെടികളൊക്കെ വലിച്ചെടുക്കുള്ളൂ ആ വളം. അപ്പോൾ ഈ 2 ചെടികളും നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് എന്നും പൂക്കളായിട്ട് നമ്മുടെ മുറ്റം നിറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു 2 ചെടികളെ പറ്റിയാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി പിന്നീട് കാണാം.